ചാരുവാകൻ എഴുതി സംവിധാനം ചെയ്തു വന്ന സിനിമ മഹാരാജ ഹോസ്റ്റൽ. ആദ്യമായിട്ട് ഈ പടത്തിന് എന്തിനാണ് ഈ പേരിട്ട് എന്നാണ് ആ പാവപ്പെട്ട ഹോസ്റ്റൽ എന്തൊരു പഠിച്ചാൽ എന്തരോ എന്തെങ്കിലും ആവട്ടെ. ഈ സിനിമ ആദ്യമേ പറയാം, ഇത് പ്രേക്ഷകരെ ടോർച്ചർ ചെയ്യണം, പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു സിനിമ ഒന്നുമല്ല. അവരൊരു ശ്രമം നടത്തിയിട്ടുണ്ട് പടത്തിൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പടം നിങ്ങളെല്ലാവരും പോയി കാണുമെന്നുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പടമാണ്. കാരണങ്ങൾ പറയാം. അതായത് ആദ്യത്തെ ഒരു 45 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പടം. ഈ സിനിമയിൽ അഖിൽ എൻ ആർ ഡി അതുപോലെ അഖിൽ ഷാ, നിങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീലിൽ അഭിനയം വെച്ചിട്ട് സിനിമയിൽ അതുപോലെ കൊണ്ടുവരാൻ നോക്കരുത്. റീലിൽ അഭിനയം സിനിമയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കോമഡി സ്കിറ്റിൽ ചെയ്യുന്ന ലെവലിലായി പോകുന്നത്. അതുപോലെ ഫീൽ ചെയ്യുള്ളൂ, ഒട്ടും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യില്ല. എന്നാൽ അതിൻ്റെ കൂടെ ഉള്ള ശരത്ത്, അവൻ്റെത് കുഴപ്പമില്ല, അവൻ നല്ല നാച്ചുറലായിട്ട് സിനിമയിൽ ഇതിനെ കൂടുതൽ നിങ്ങളത് ഭയങ്കര കല്ലടിയാണ്. എസ്പെഷ്യലി ആദ്യത്തെ ഒരു 45 മിനിറ്റ്. ഈ പടം തന്നെ ഒരു ഫ്രഷ് സാധനമാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 3 യുവാക്കൾ ഉഴപ്പന്മാർ അവരുടെ ജീവിതത്തിലേക്ക് പ്രേതം വരുന്നു, പ്രേതം ഇട്ടോ, അതൊക്കെ തന്നെ പരിപാടി, ഫ്രഷ് സാധനമാണ്. പക്ഷേ ഇതിൽ പ്രേതത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു കഥയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ചുമ്മാ പ്രേതത്തിന് കാണിക്കാൻ പറ്റില്ലല്ലോ. അതിനു മുമ്പേ കഥ വേണ്ടേ, അവരുടെ ജീവിതം കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മൊത്തം ചളിയിൽ വാരി മുക്കി അടിക്കും പോലെ. ഇല്ല, നായികയുടെ ആൻമരിയുടെ കഥാപാത്രത്തിൻ്റെ ഇൻഷ്യൽ ഓടിയോ ഇനിയിപ്പോൾ ഞാൻ തിരുവണം എന്നുള്ള അങ്ങനത്തെ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷ്യൽ ഓടി. ഇങ്ങനെ ചളി വാരി അടിക്കുകയാണ് ഇതിൻ്റെ ഒരു 45 മിനിറ്റ് ആദ്യത്തെ. അപ്പോൾ ഇതിൽ അഖിലിൻ്റെ എന്ന് പറഞ്ഞാൽ അഖിൽ ദിലീപിന് പഠിക്കുകയാണ് കേട്ടോ. പലയിടത്തും ചിലയിടത്തൊക്കെ മറ്റേ പച്ചക്കുതിര ദിലീപിനെ പോലെ ഫുഡ് എന്ന് പോലെ അതുപോലെയൊക്കെ ഉണ്ട്. പേടിക്കുന്ന സമയത്തൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ട് സീരിയസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൊള്ളാം. അല്ലാതെ കോമഡി പറഞ്ഞ സമയത്ത് ഓവറാക്കി എക്സ്പ്രഷൻ ഇടുക, ഇങ്ങനെ നാണം വരിക, ചമ്മുകോ, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്ത് ഒരൊറ്റ കോമഡി പോലും തുടക്കത്തിൽ വർക്കൗട്ടായിട്ടില്ല. ഇതുപോലത്തെ കോമഡികളാണ്, അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ പോവേണം. പക്ഷേ ഇൻ്റർവെല്ലിന് അടുപ്പിച്ച് ഈ പ്രേതം വരുമ്പോഴേക്കും പ്രേതത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ, അവിടുത്തെ ആംബിയൻസ് സെറ്റിങ്സ് അത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ അടിപൊളിയായിരുന്നു. സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സിങ്ങും ഇങ്ങനെ സാധനം പ്രേതത്തിൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വീട് ഫീലിംഗ് ഒരു സാധനം വരുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രേതം കാണിക്കുന്ന പരിപാടിയൊക്കെ സ്ഥിരം പരിപാടി തന്നെ. ജെയിംസ് കെയർ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പ്രേതം കാണുമല്ലോ, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇപ്പുറം ചിരിച്ചുകൊണ്ടിരിക്കും. ഇത് പരിപാടി ഇത് തന്നെ പ്രേതത്തിൻ്റെ പുതുമയായിട്ടൊന്നും പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ഇത് പോവുകയാണ്. പക്ഷേ അവിടെ നിന്ന് ഇൻ്റർവെല്ലിന് അടുപ്പിച്ചുള്ള കുറച്ച് ഭാഗങ്ങളിലും അതുപോലെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് കുറേ സമയങ്ങളിലും ഇത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. കാരണം സെറ്റിങ്സ് അടിപൊളിയാണ്. പ്രേതം വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ അത് കൊള്ളാം. പക്ഷേ പ്രേതം വന്നു കഴിയുമ്പം, പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒന്നിൽ പ്രേതത്തിനെ കാണിക്കാതിരിക്കുക, പ്രേതത്തിൻ്റെ ഫീൽ കൊണ്ടുവരാൻ നോക്കുക. പ്രേതത്തിനെ ഒരിക്കൽ കാണിച്ച് 2 പ്രാവശ്യം കാണിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തവണ വല്ല ജംസ് കെയർ വെച്ച് നമ്മൾ ഞെട്ടിയാൽ പിന്നെ കാണുമ്പോൾ തോന്നില്ല. പ്രത്യേകിച്ച് ഈ മൈദമാവൊക്കെ കുഴച്ചൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പരിപാടി യാക്കൂല അങ്ങനെ. പക്ഷേ വരെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രേതത്തിനൊരു ലോജിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പറയും പ്രേതമേ ലോജിക്കില്ല സാധനമല്ലേന്നും. അതല്ല സാധനം. പ്രേതം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രേതത്തിനൊരു ക്യാരക്ടർ ഉണ്ടാവണമല്ലോ, ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവണമല്ലോ, അതിനെ മാച്ച് ചെയ്യണില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോയിലറില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശഗംഗ സിനിമ. ആകാശഗംഗ പടത്തിൽ പ്രേതത്തിൻ്റെ ലക്ഷ്യം എന്തുവാ? ആ ഇല്ലത്തിലെ ആണുങ്ങളെ മൊത്തം കൊല്ലണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേതം അത് ചെയ്യണം. പ്രേതത്തിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതൊരു ബന്ധമില്ലാതെ കുറേ കാര്യങ്ങൾ. പ്രേതം നമ്മളെ പേടിപ്പിക്കുന്നതാണോ പ്രേതത്തിൻ്റെ ലക്ഷ്യം? അല്ലെങ്കിൽ അതിലുള്ള കഥാപാത്രങ്ങൾ ചുമ്മാ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക? അതല്ലല്ലോ, അതിന് എന്തെങ്കിലും സാധനം വേണ്ടേ? ഇവരവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രഡിക്റ്റബിൾ സാധനങ്ങളാണ് ഇതിൽ വരുന്ന. ട്വിസ്റ്റും കാര്യങ്ങളും ക്ലൈമാക്സ് ഒക്കെ നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സാധനം കൊണ്ടുവരുമ്പം അതിൽ നിന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി കയറിപ്പോകാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, വേറൊരു യൂണിവേഴ്സിൽ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകായിരുന്നു. അതിലേക്കൊന്നും ശ്രമിക്കാതെ ഭയങ്കര ലേസി ആയിട്ട് ഇതിൻ്റെ അവസാനം എഴുതി വെച്ചിരുന്നു. പിന്നെ അവസാനമൊക്കെ പിന്നെ ഒന്നുമില്ല പടത്തിൽ കാണിക്കാൻ. രാത്രി പകൽ വെളിച്ചത്തിലെടുത്തിട്ട് നീല വെളിച്ചോട്ട് കാണിച്ചു കഴിഞ്ഞാൽ രാത്രി എന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അതും ക്യാരക്ടർ സച്ചിൻ ചെറുകയിൽ അവസാനം ഒരു സാധനം പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇത് എനിക്ക് വഴിയുണ്ട്. പക്ഷേ ഇത് ആ സിറ്റുവേഷൻ തുടങ്ങുമ്പോൾ സച്ചിൻ ചെറുകയിൽ പറയുന്ന ഡയലോഗ് അതേ അല്ല, ഒരു ബന്ധവുമില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെയൊക്കെ ഒരു സാധനം, ഒരു പരസ്പര ബന്ധമില്ലാത്ത പരിപാടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ പ്രേതം വരുന്ന സമയത്തുള്ള പ്രേതം വരാൻ പോകുന്നതെന്നും അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സിറ്റുവേഷനും അവിടെ ഒരു സാധനം നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ അങ്ങോട്ട് ഒരു ബോറടിച്ച് മരിച്ചൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് പറയുമ്പോഴേക്കും മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഒരു സാധനം അടിപൊളിയായിരുന്നു, ഒരു പാട്ട് പോലത്തെ കാര്യങ്ങൾ കൊള്ളായിരുന്നു. സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം കൊള്ളാമെന്നുള്ള ക്യാമറയൊക്കെ വെച്ച് തന്നെ പിടിച്ചിരിക്കുന്നത്. ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യണ ക്യാമറ വെച്ചിട്ടൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മെനക്ക് എടുക്കാൻ നോക്കിയിട്ടുണ്ട്.
അതെ ഞാൻ പറഞ്ഞ ആ പരിപാടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട്, പക്ഷേ AI കുത്തിക്കയറ്റി. AI കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത രീതി ചെയ്യേണ്ട AI ആണെന്ന്. ഇത് ചുമ്മാ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് ഒന്നിക്കണതിന് AI ആയിട്ട് കാണിക്കേണ്ട കാര്യം എന്തോന്ന്? നമ്മൾ ഇത്രയും AI വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് AI ആണെന്നുള്ളത്. ഫോഴ്സ്ഡായിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ പടക്കള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ഒരു പുതുമയുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ പ്രകമ്പനം പോലും അതിൽ ആ പ്രയത്നൊരു ഒരു ഒരു ലോജിക്കുണ്ട്, ഒരു പുതുമയുണ്ടായിരുന്നു. ഇതിലങ്ങനെ യാതൊരു ഇതുമില്ലാതെ ക്ലീഷേഡായിട്ടുള്ള ഒരു പ്രേതം മൈദമാവ് പൊട്ടിച്ച് ഇങ്ങനെ വരികയാണ് പ്രേതം. മ്യൂസിക് ചെയ്തിരുന്ന അശ്വിൻ റാമാണ്, നല്ല വർക്കാണ്. പിന്നെ ഉള്ളത് സജിൻ ചെറുകയിൽ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് വെറുപ്പിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, വെറുതെ ചുമ്മാ ഡമ്മി പീസാക്കി കളഞ്ഞ ഒരു ക്യാരക്ടർ. സന്ദീപ് എസ് പി ഉണ്ട്, ഐ ആം ദ സൂപ്പർ ഹീറോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പ്രൊഫൈൽ. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ. ഇവരൊക്കെ നോർമലായിട്ട് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. ചിത്ര നായരുണ്ട്, ഇന്നാ കേസോടിലുള്ള, പിന്നെ വേറൊരു അപരാധം ഉണ്ടായിരുന്നല്ലോ, എന്തോന്ന് ശ്രുതിയും മറ്റേതൊരു എന്താടേ ഓർമ്മ പോലും ഇല്ലല്ലോ, സുമലതയും ഹൃദയഹാരിയായ പ്രണയം അതിലുള്ള വെച്ച് ഇതിലുണ്ട്. പിന്നെ വിനോദ് കോവൂർ കുറച്ച് ഒരു ചെറിയ റോളുണ്ട്. അഭിരാമി ഗിരീഷ് ആണ് പ്രേതമായിട്ട് മൈദമാവ് പൊട്ടിച്ച് വന്നിരിക്കുന്നത്. പിന്നെ അഞ്ജന മോഹൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അഞ്ജന മോഹൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും. നാൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അഷ്റഫ് ഗുരുക്കൾ ആണ് ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു പള്ളി ലക്ഷനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സിനിമ. ഇതിലൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്, ഒരു കോമഡി ഹൊറർ ചെയ്യണമെന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ പകുതി കഴിഞ്ഞപ്പം അതിൻ്റെ താല്പര്യം അങ്ങ് പോയി. എന്തരാ വരട്ടെ.